First question, the immunoglobulin present in most abundant quantity is A. IgG, B. IgA, C. IgM, D. IgE. Answer is IgG. IgG എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഷോർട്ട് ഫോം ആണ് IG. ഈ IgG എന്ന് പറയുന്നത് ആൻറ്റിബോഡി ആണെന്നറിയാലോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ ഒരു ആൻറ്റിജൻ വരെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെത്തിയിട്ടുള്ളത്. IgG എന്നുള്ളത് 70-75% ഹ്യൂമൻ സിറത്തിൽ IgG കാണും. IgGയുടെ മെയിൻ ഫങ്ഷൻ ബാക്ടീരിയൽ വൈറൽ സെൽസിന് എതിരായിട്ടാണ് ഈ ആൻറ്റിബോഡി മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത്. Second question, the name of immunoglobulin involved in body allergic reaction. Options A. IgE, option B. IgA, option C. IgM, option D. IgD. Correct answer is IgE. ബോഡി അലർജിക് റിയാക്ഷനെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ആൻസർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ആണ്. ഇത് ബോഡി ഫ്ലൂയിഡിൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് IgE കാണുന്നത്. Third question, the following anticoagulant binds with calcium 2+ and prevent blood clotting. താഴെ തന്നിരിക്കുന്നതിലെ ഒരു ആൻറ്റികോയാഗുലൻ്റ് കാൽസ്യം 2+മായി ബൈൻഡ് ചെയ്തിട്ട് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതാണത്? ഓപ്ഷൻസ് ഹെപ്പാരിൻ, ഓക്സലേറ്റ്, പ്രോട്ടീൻ സി ആൻഡ് ഓൾ. ആൻസർ ഈസ് ഓക്സലേറ്റ്. ഓക്സലേറ്റ് ആണ് കാൽസ്യം 2+ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. Fourth question, the number of heme groups present in myoglobin. മയോഗ്ലോബിനിലെ എത്ര ഹീം ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്? ആൻസർ ഓപ്ഷൻസ് 1, 2, 3, 4. കറക്റ്റ് ആൻസർ ഈസ് 1. ഒരു ഹീം ഗ്രൂപ്പാണ് മയോഗ്ലോബിനിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. Fifth question, the patient of sickle cell anemia are resistant to. Answer options filaria, malaria, diabetes, trypanosoma. സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് ഒരു പ്രത്യേക തരം ഡിസീസിനെ എപ്പോഴും റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഏതാണ്? ആൻസർ മലേറിയ. ഈ മലേറിയനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് സിക്കിൾ സെൽ അനീമിയ ആയിട്ടുള്ള പേഷ്യൻസിന്. അതിൽ ചില കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹൈ സ്പ്ലീനിക് ഫാഗോസൈറ്റോസിസ് ആയിരിക്കും അവരുടെ ബോഡിയിൽ നടക്കുക. പിന്നെ പ്രീമച്ചർ ഹീമോലൈസിസ്, ഇംപെയർഡ് ഹീമോഗ്ലോബിൻ ഡൈജഷൻ, ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ഈ മലേറിയനെ സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Sixth question, name of the amino acid that directly participate in the synthesis of heme group. ഏത് അമിനോ ആസിഡ് ആണ് ഹീം സിന്തസൈസിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻസ് മെത്തിയോണിൻ, ആസ്പാർട്ടേറ്റ്, ഗ്ലൈസിൻ, ട്രിപ്റ്റോഫാൻ. ആൻസർ ഈസ് ഗ്ലൈസിൻ. അപ്പോൾ ആൻസർ ഗ്ലൈസിൻ ആണ് ഇതിൻ്റെ. Seventh question, staphylococcal enterotoxins are. Answer option bacterial protein, fungal protein, viral protein, all. Answer is bacterial protein. Staphylococcal enterotoxin ബാക്ടീരിയൽ പ്രോട്ടീൻ എക്സാമ്പിൾ ആണ്. ഒപ്പം തന്നെ ഇതൊരു സൂപ്പർ ആൻറ്റിജനും കൂടിയാണ്. സൂപ്പർ ആൻറ്റിജനെ കുറിച്ച് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തിയറി പോർഷനിൽ. Eighth question, the difference between plasma and serum is the presence or absence of. ഈ പ്ലാസ്മയും സെറവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? അത് എന്തിൻ്റെ പ്രസൻസിനും ആബ്സെൻസിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓപ്ഷൻസ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, മിനറൽസ്. ആൻസർ ഈസ് ഫൈബ്രിനോജൻ.
ഈ പ്ലാസ്മയും സിറവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സിറം എന്നുള്ളത് എപ്പോഴും ഫ്ലൂയിഡ് നേച്ചർ ആയിരിക്കും, പ്ലാസ്മ ലിക്വിഡ് ആയിരിക്കും. പ്ലാസ്മയിലെ ഫൈബ്രിനോജൻ പ്രസന്റ് ആയിരിക്കും, സിറത്തിലെ ഫൈബ്രിനോജൻ ആബ്സെന്റ് ആയിരിക്കും. ഇതാണ് മെയിൻ ഡിഫറൻസ്. 9th question. Short-lived immunity acquired from mother to fetus across placenta or through mother's milk to the infant is categorized as. അതായത് ഒരു കുഞ്ഞിനെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട് അമ്മയിൽ നിന്ന്. അത് ബൈ പ്ലാസൻ്റ വഴിയും കിട്ടുന്നുണ്ട്, ബ്രസ്റ്റ് മിൽക്ക് വഴിയും കിട്ടുന്നുണ്ട്. ഇത് ഏത് ടൈപ്പ് ഇമ്മ്യൂണിറ്റി ആണ്? അതിന് ആൻസർ ഓപ്ഷൻസ്: ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, സെല്ലുലാർ ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. ആൻസർ പാസീവ് ഇമ്മ്യൂണിറ്റിക്കുള്ള എക്സാമ്പിളാണ്. ഇതൊക്കെ നമ്മൾ തിയറി പോർഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. 10th question. Which of the following would result in hemolysis in fetus? ഹീമോലൈസിസ് ഫീറ്റസിന് കാരണമാകുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ: എ യു ഇൻകോമ്പാറ്റിബിലിറ്റി, എ ബി ഇൻകോമ്പാറ്റിബിലിറ്റി, ആർ എച്ച് ഇൻകോമ്പാറ്റിബിലിറ്റി, ബി യു ഇൻകോമ്പാറ്റിബിലിറ്റി. ആൻസർ ഈസ് ആർ എച്ച് ഇൻകോമ്പാറ്റിബിലിറ്റി. ഈ ഡിസീസിന് പറയുന്ന പേരാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ്. ഇത് ആർ എച്ച് ഫാക്ടറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഫീറ്റസ് ആർ എച്ച് പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ മദർ ആർ എച്ച് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ മദറിലെ ആൻറ്റി ആർ എച്ച് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് കേസ് ഓഫ് പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ബേബി സേഫ് ആയിരിക്കും, പക്ഷേ രണ്ടാമത്തെ ബേബി ആർ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ കുട്ടിയുടെ മരണത്തിന് വരെ ഇത് കാരണമായിരിക്കും. അതാണ് ഈ ഡിസീസ് ആർ എച്ച് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നുള്ളത്.